നോക്കൂ, ഇന്ന് രമേശ് ചെന്നിത്തല പോലീസ് ആസ്ഥാനത്ത് വന്നിട്ട് വളരെ മനോഹരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ മാധ്യമങ്ങളിലൂടെ കണ്ടു. പോലീസ് സ്റ്റേഷൻ ജനകീയമാകണം, എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയണം, നമസ്കാരം പറയണം, ആരെങ്കിലും പരാതിയുമായി വന്നാൽ അവരുടെ പരാതികളെ സമചിത്തതയോടുകൂടി കേൾക്കണം, അവർക്ക് നീതി ഉറപ്പാക്കണം എന്നിങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ നാർക്കോട്ടിക് ലഹരിയുമായി ബന്ധപ്പെട്ട് അതിനെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് പറയുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടു. വളരെയധികം സന്തോഷം. ഇതൊക്കെ നടത്തുമ്പോഴും നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകൾ അത്തരം ലഹരി കേസുകളിൽ പെടുമ്പോൾ ഉന്നതരുടെ ഇടപെടൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് അത് എവിടേക്കും എത്തിപ്പെടാത്തത് എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. അവിടെയാണ് വലിയ ജാഗ്രത വേണ്ടത് എന്ന് പറയുന്നത്. കേവലം രാഷ്ട്രീയ വിരോധം കൊണ്ടല്ല, നാട്ടിൽ നടക്കുന്ന അത്തരം കാര്യങ്ങളിൽ വലിയ വലിയ ഉന്നതരുടെ ഇടപെടൽ, മന്ത്രിമാരുടെ ഇടപെടൽ അല്ലെങ്കിൽ മന്ത്രിമാരുടെ PA-മാരുടെ ഇടപെടൽ ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ യഥാർത്ഥ കണ്ണികളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തത് എന്ന് വളരെ വ്യക്തമാണ്. അത് വളരെ കൃത്യമാണ്. മറ്റൊന്ന് രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കേസെടുക്കുകയും എന്നാൽ നിയമ നടപടികൾ പോലും ഇല്ലാതിരിക്കുന്ന വർഗീയ വിഷം ചീറ്റിയ ധാരാളം കേസുകളുണ്ട്. താങ്കൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ എത്രയോ തവണ വർഗീയ പരാമർശം നടത്തി അതിനെതിരെ കേസ് കൊടുത്ത പല കാര്യങ്ങളും നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ വായിച്ചു എന്നല്ലാതെ ശക്തമായ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ മുന്നേ കഴിഞ്ഞ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് തുറന്നു പറയുന്നതിൽ യാതൊരുവിധ സങ്കോചവുമില്ല. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെ കൊണ്ടുപോയി ചില ആലയിൽ കെട്ടാൻ ചിലർ ശ്രമം നടത്തി എന്നുള്ളതൊഴിച്ചാൽ SDP എന്ന് പറയുന്ന പാർട്ടിക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇരു മുന്നണികളോടും യാതൊരു വിധത്തിലുള്ള ഒരേപോലത്തെ ബന്ധം തന്നെയാണ് ഇന്നും കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വെള്ളാപ്പള്ളി നടേശനും ശശികലക്കും അതേപോലെ തന്നെ PC ജോർജിനുമൊക്കെ ഇവിടെ എന്തും പറഞ്ഞ് എന്തും പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന അങ്ങനെയുള്ള ഒരു പ്രവണതയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. എന്നാൽ അന്ന് പ്രതിഷേധിച്ചിരുന്ന കോൺഗ്രസിൻ്റെ ആളുകളിലേക്ക് ഭരണം കിട്ടിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന താങ്കളിലേക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടിയിരിക്കുകയാണ്. ഈ കേസുകളിൽ കൃത്യമായ ഒരു അന്വേഷണവും നിയമ നടപടികളും ഉണ്ടാകുമോ? ഇനി അത്തരത്തിൽ വർഗീയത സംസാരിച്ചാൽ ശക്തമായ നിയമ നടപടികൾ ആ കാര്യത്തിൽ ഉണ്ടാകുമോ? അതല്ല, ഇടതനും വലതനും മാറി മാറി ഭരിച്ചാലും ഈ നാട്ടിൽ വർഗീയത പറയുന്ന ചില ആളുകൾക്ക് നല്ല പ്രിവിലേജും, എന്നാൽ ചിലർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു വാക്ക് പിശകുണ്ടായാൽ അതിനെ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് മതം നോക്കിക്കൊണ്ട് നിയമ നടപടികൾ കർക്കശമാക്കുന്ന അത്തരം പ്രവണതകൾ തന്നെ ആയിരിക്കുമോ ഉണ്ടായിരിക്കുക എന്നുള്ളത് കൂടി ആശങ്കയോടുകൂടി നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ സുകുമാരൻ നായർ അടുക്കുന്നതും അവരുടെ മുഖപത്രത്തിൽ കോൺഗ്രസിനെ സുഖിപ്പിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ വരുന്നതുമൊക്കെ അങ്ങനെയുള്ള ചില സൂചനകളിലേക്കാണ് എന്ന് പത്രമാധ്യമങ്ങളിലൂടെ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ക്രമസമാധാനം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിലേറ്റവും വലിയ വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. ആ വകുപ്പ് താങ്കൾ കൈകാര്യം ചെയ്യുമ്പോൾ പരാതിയുമായി ചെല്ലുന്ന ഒരു പരാതിക്കാരനോട് അല്ലെങ്കിൽ പരാതിക്കാരിയോട് നിങ്ങൾ പിന്നെ വരൂ, അതിന് റെസിപ്റ്റ് കൊടുക്കാതെ അതേപോലെ തന്നെ അതിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കാതെയൊക്കെ മുന്നോട്ട് പോയിരുന്ന പല പ്രവണതകളും കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചെല്ലുന്നവരോട് മതം നോക്കി സംസാരിച്ച പല വിഷയങ്ങളും വാർത്താ മാധ്യമങ്ങളിലൂടെ ചർച്ചയായ ഒരു സംസ്ഥാനം തന്നെയാണ് ഈ കേരളം. അങ്ങനെ ഇരിക്കുന്ന കേരളത്തിൽ താങ്കൾ പല പദ്ധതികളും നടപ്പിലാക്കി ജനകീയവൽക്കരിക്കുമ്പോൾ പ്രത്യേകമായി ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ വൈരാഗ്യത്തോടു കൂടി പറയുന്നതല്ല. എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായി എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി കണ്ട് എന്തെല്ലാം വിഷയങ്ങളാണെങ്കിലും ആ വിഷയങ്ങളെയൊക്കെ പക്വമായും മാന്യമായും കേട്ട് അവർക്ക് നീതി നടപ്പിലാക്കാൻ കർശന നിർദ്ദേശങ്ങളും ചില മനോഭാവങ്ങളും ചില അജണ്ടകളുമായിട്ട് മനുഷ്യനെ വേർതിരിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ കാണുന്ന പച്ച വെളിച്ചം തെരഞ്ഞതും കാവിക്കളസം തെരയാതിരുന്നതുമൊക്കെ ഇന്നും പോലീസ് സേനയിൽ അവശേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യം കൂടി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അത്തരക്കാർക്കെതിരെ നടപടി ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിന്ന് വരുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടുകയുള്ളൂ എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി.